സർവസ്തുതിയും സ്തോത്രവും ബലവും അങ്ങേക്ക്. സർവസ്തുതിയും സ്തോത്രവും ബലവും അങ്ങേക്ക്. കുറവുള്ള എനിക്കായി കുറവില്ല കുഞ്ഞാടേ, ദൈവത്തിൻ കുഞ്ഞാടേ. കുറവുള്ള എനിക്കായി കുറവില്ല കുഞ്ഞാടേ, ദൈവത്തിൻ കുഞ്ഞാടേ. നിന്യാഗമാണെൻ്റെ ജീവന്റെ ആധാരം, നിൻ രക്തമാണെൻ്റെ വീണ്ടെടുപ്പ്. നിന്യാഗമാണെൻ്റെ ജീവന്റെ ആധാരം, നിൻ രക്തമാണെൻ്റെ വീണ്ടെടുപ്പ്. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന വചനം മത്തായി 9-ാം അധ്യായം അതിൻ്റെ 36-ാമത്തെ വാക്യമാണ്. ശ്രദ്ധിച്ചാട്ടെ. അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു. തൻ്റെ ശിഷ്യന്മാരോട്, കൊയ്ത്ത് വളരെയുണ്ട്, സത്യം, വേലക്കാരോ ചുരുക്ക. യേശു പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു. ശ്രദ്ധിച്ചേ, യേശു ഒരു വ്യക്തിയെ കാണുന്നത് എങ്ങനെയാണ്? യേശുവിൻ്റെ പുറകെ ജനങ്ങൾ ഇങ്ങനെ വരുന്ന കണ്ടപ്പോൾ യേശുവിന് മനസ്സിലായി, ഇവർക്ക് നാഥനില്ല. സത്യമായിട്ടും ഒരു ഇടയനില്ലാത്ത ആട് ഒരു വലിയ പ്രശ്നത്തിലാണ്. ഒന്നതിന് വഴി അറിയാതെ, രണ്ടത് എവിടേക്ക് പോകുന്നു, എവിടേക്ക് തിരിച്ചു വരുന്ന അറിയത്തില്ല. മറ്റൊന്ന് അതിന് നല്ല ഭക്ഷണം കിട്ടത്തില്ല. വേറൊന്നതിന് സ്വസ്ഥമായൊരു വിശ്രമ സ്ഥലം കിട്ടത്തില്ല. അതിന് ദാഹിക്കുമ്പോൾ ദാഹജലം ലഭിക്കത്തില്ല. ഇത്രയും മാത്രമല്ല, ഇതിനെ അപഹരിച്ചു കൊണ്ടുപോകാൻ, തകർത്ത് കളയുവാൻ ക്രൂരന്മാരായ ചെന്നായ്ക്കൾ ഇതിനെ തകർക്കും. ഇതിൻ്റെ ജീവൻ അപകടത്തിലാണ്, ഇതിൻ്റെ ആരോഗ്യം അപകടത്തിലാണ്. വഴിതെറ്റിപ്പോവും, തകർന്നു പോവും. സ്തോത്രം. അത്രയും പാടാണ് ഇടയനില്ലാത്ത ഒരാടിൻ്റെ ഗതി. യേശു കർത്താവ് ജനത്തെ നോക്കിയപ്പോൾ കണ്ടത് ഇങ്ങനെയാണ്, ഇടയനില്ലാത്ത ആടുകൾ. യേശു നിങ്ങൾക്കില്ലേ? നിങ്ങളുടെ ജീവിതം അനാഥമാണ്. നിങ്ങൾ സുരക്ഷിതമില്ലാത്ത വ്യക്തിയാണ്. നിങ്ങൾ അലയപ്പെടുന്നവരാണ്. നിങ്ങൾ എപ്പോഴും വേണമെങ്കിൽ നിങ്ങൾക്ക് അനർത്ഥങ്ങൾ സംഭവിക്കാം. നിങ്ങൾ പലരാൽ ആക്രമിക്കപ്പെടും. വേണ്ടതെന്നും തക്ക സമയത്ത് ലഭ്യമാകത്തില്ല. സ്വസ്ഥത ഉണ്ടാകത്തില്ല, വിശ്രമം ഉണ്ടാകത്തില്ല. പക്ഷെ യേശു നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്കിതെല്ലാം ലഭിക്കും. അവിടെയാണ് ദാവീദ് പറയുന്നത്, യഹോവയുടെ ഇടയൻ, എനിക്കൊന്നിനും മുട്ടില്ല, എനിക്കൊന്നിനും മുട്ടില്ല. ദൈവവേദലേ, ഈ ചെറിയ ജീവിതത്തിൽ കർത്താവിനെ കിട്ടിയില്ലേ? അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. യേശു കർത്താവ് ജനത്തെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അലഞ്ഞു നടക്കുന്നതാണ്. അതുകൊണ്ട് ആടുകൾക്ക് വേണ്ടി ജീവൻ നൽകുവാൻ ഇറങ്ങി വന്ന നല്ല ഇടയനായ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നു. ഇന്ന് ഈ വചനം പറയുമ്പോൾ ഇനി അലയാൻ ദൈവം അനുവദിക്കത്തില്ല, ഇനി ആക്രമിക്കപ്പെടാൻ അനുവദിക്കത്തില്ല. നിങ്ങൾക്ക് ലഭിക്കേണ്ടതെല്ലാം ലഭിക്കേണ്ട സമയത്ത് ലഭിക്കും. യേശു നിങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ ലൈഫ് സുരക്ഷിതമായിരിക്കും. അലഞ്ഞവർ, കുഴഞ്ഞവർ, പിശാചിനാൽ പിടിക്കപ്പെട്ടവർ, യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ ലൈഫിലില്ലാത്തപ്പോൾ അവിടെ കർത്തൃത്വം നടത്തുന്നത് ചെന്നായിയാണ്, ദുരാത്മാവാണ്. അതെന്ത് ചെയ്യും? അറുക്കും, മോഷ്ടിക്കും, തകർക്കും. ആമേൻ. മുടിക്കാനും അറുക്കുവാനും കൊല്ലുവാനും മോഷ്ടിക്കാനും ആയി ശ്രമിക്കുന്ന കള്ളൻ. എന്നാൽ യേശു നിങ്ങൾക്ക് ജീവനും സമൃദ്ധമായ ജീവനും നൽകുവാൻ കടന്നു വന്നവനാണ്.
ഇന്നത്തെ ദിവസം കർത്താവ് ചില കുടുംബങ്ങളെ നോക്കി പറയുന്നു, നിന്റെ അലച്ചിലുകൾ മാറുക. കർത്താവ് നിങ്ങളുടെ ഇടയനായതുകൊണ്ട്. ആ വാക്ക് നിങ്ങൾ എപ്പോഴും പറയണം, യേശുവിൻ്റെ ഇടയന, എനിക്കൊന്നിനും കുറവില്ല, എനിക്കൊന്നിനും കുറവില്ല. നിങ്ങൾ ആ വാക്ക് പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇന്ന് നിങ്ങൾക്ക് ഈ വചനം തന്ന കർത്താവ് ഉറപ്പിക്കുന്നു, നിങ്ങളുടെ അലച്ചിലുകൾ മാറാൻ പോവുകയാണ്. കാരണം നിങ്ങൾ യേശുവിൻ എന്ന ഇടയൻ്റെ കീഴിലാണ്. വേണ്ടതെല്ലാം വേണ്ടപ്പോൾ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും. നിങ്ങളുടെ കാര്യങ്ങൾ ആവശ്യമനുസരിച്ച് നടന്നിരിക്കും. ഒന്നിനും ഒരു കുറവുണ്ടായിരിക്കത്തില്ല. റൈറ്റ് വേ ദൈവം വെട്ടിയിരിക്കും. റൈറ്റ് പ്ലേസിൽ നിങ്ങളായിരിക്കും. റൈറ്റ് സ്ഥലത്ത് നിങ്ങൾ വിശ്രമിച്ചിരിക്കും. റൈറ്റ് ടൈമിൽ നിങ്ങൾ പുറത്തു വരും. റൈറ്റ് ടൈമിൽ നിങ്ങൾ അകത്ത് കയറും. ശത്രു തൊടാൻ അനുവദിക്കത്തില്ല. കാവൽക്കാരനായി വാതിക്കൽ തന്നെ ഇടയനുണ്ടായിരിക്കും. നിങ്ങൾ സുരക്ഷിതരാണ്. പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവെ, അങ്ങയുടെ സാന്നിധ്യത്തിനായി നന്ദി പറയുന്നു. കർത്താവെ, ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയെയും ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. യേശു, അങ്ങ് നല്ല ഇടയനായി ഇവരോടൊപ്പം ഉള്ളതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, വലിയൊരു സ്വസ്ഥത, വലിയൊരു ശാന്തത, വലിയൊരു വിശ്രമം അവർക്കുണ്ടാവട്ടെ. അവിടെ അലഞ്ഞു തിരിയുന്ന അനുഭവങ്ങൾ മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം അവർക്ക് നൽകിയൊരു ദൂതുണ്ട്, അലച്ചിലുകൾ മാറട്ടെ. പലയിടത്ത് പോയിട്ട് കാര്യങ്ങളൊന്നും നടക്കാതെ അലയുന്ന ചിലരെ കർത്താവെ, അങ്ങ് ഈ വചനത്തിലൂടെ സ്വസ്ഥമാക്കുന്നതിനായി സ്തോത്രം. അവരുടെ ജീവിതത്തിനകത്ത് ഒരിടത്തും എത്തുവാൻ കഴിയാതെ അവരെ കുഴച്ചു കളഞ്ഞ പ്രതിസന്ധികളുടെ ആഴങ്ങൾ കർത്താവ് മാറ്റുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അവരുടെ ജീവിതത്തിനകത്ത് അത്ഭുതകരമായ അതിശയകരമായ വഴികളും വാതിലുകളും ദൈവം തുറക്കുന്നതിനായി സ്തോത്രം. നല്ല ഇടയനെ, ആടുകളുടെ വലിയ ഇടയനെ, സ്തോത്രം, ശ്രേഷ്ഠ ഇടയനെ കർത്താവെ, നിന്റെ മക്കൾക്ക് വേണ്ടി വലിയ കരുതലുകൾ നടത്തണമേ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്, ഒപ്പമുണ്ട്. സന്തോഷത്തോടെ ആയിരിക്കുക. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായിരിക്കും. ഈ വചനം നിങ്ങൾക്കുള്ള ദൂതാണ്. അലച്ചിലുകൾ മാറുന്നു. ഗോഡ് ബ്ലെസ് യു. ശലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.